ആരെങ്കിലും നിങ്ങൾ അന്വേഷിച്ച് വരികയാണെങ്കിൽ നമുക്ക് നേരിടാന്നേ. താങ്ക്സ് വരുൺ. ആ, ഞാൻ നിങ്ങളോട് നിൽക്കാൻ പറയുന്നതിൽ മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ട്. ദുർഗ ഇവിടെ ഉണ്ടാവുന്നത് രാധികയ്ക്കൊരു ആശ്വാസമാണ്. കുട്ടിക്കാലത്ത് നിങ്ങൾ ഒരുപാട് ഒരുമിച്ച് നടന്നതല്ലേ? ഏതെങ്കിലും വിധത്തില് അയാൾക്കൊരു ആശ്വാസം കിട്ടുന്നത് എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. വരുൺ പേടിക്കണ്ട, രാധികയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അല്ല മോനെ, ഈ മുറിവൊക്കെ ശരിക്കും ഉണങ്ങിയോ? ഇല്ലമ്മേ, ഈ ഉപദ്രവിച്ചവര് ആശുപത്രിയിൽ എത്തുമെന്ന് ഉറപ്പായപ്പോ സത്യം പറഞ്ഞ ഡിസ്ചാർജ് പറഞ്ഞ് ഞങ്ങളോട് ഇറങ്ങുമായിരുന്നു. എന്തൊക്കെ ഈ ആളുകൾ കാണിച്ചു കൂട്ടുന്നത്? മനസമാധാനത്തോടെ ആര് ജീവിക്കാൻ ശ്രമിച്ചാലും അവരെ കണ്ടുകൂടാ. നേരത്തെ എന്റെ ബാധ്യതകളുടെ കാര്യം ചോദിക്കുന്നത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ എല്ലാ അർത്ഥത്തിലും സേഫാണ്. ഇപ്പോ ഞങ്ങളെക്കാളും മോശം അവസ്ഥയാണല്ലോ നിങ്ങളുടേത്. എന്ത് ചെയ്യാനാ വരുൺ? നമ്മൾ ചിന്തിക്കുന്നത് തന്നെ മറ്റുള്ളവരെ ചിന്തിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. ശരിയാ. ശോതെ, എന്നാ പിന്നെ താൻ പിള്ളേർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാം. ദുർഗ, താൻ എന്റെ ഭാര്യയുടെ സുഹൃത്താ. സോ നിങ്ങൾക്കൊരു പ്രോബ്ലം വന്നാ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാം. എനിക്ക് 1-2 അർജന്റ് മീറ്റിംഗ് ഉണ്ട്. കൂടുതൽ സമയം നിങ്ങളുമായിട്ട് ചെലവഴിക്കാൻ പറ്റില്ല. സാറിനിപ്പോ സമയമില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒരു ദിവസം കണ്ടുപിട്ടാം. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഓയ് സാറാ, അല്ല സാർ, ഈ ജപ്തി നടക്കുമ്പോ അവിടെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, സാറാ. ഞങ്ങൾ അതാ ഉദ്ദേശിച്ചത്. ആരാ നിങ്ങള്? എന്താ നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം? വന്ന നിമിഷം മുതല് നിങ്ങൾ രണ്ടുപേരെയും ഞങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. നിങ്ങൾ ഫീച്ചർ എഴുതാൻ വന്നവരൊന്നുമല്ല. നിങ്ങളുടെ ഐഡന്റിറ്റി ഫേക്ക് ആയിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. സാർ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ശരിക്കും ഫ്യൂച്ചറിന്റെ കാര്യത്തിന് വേണ്ടി മാത്രം വന്നതാ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഇറങ്ങാൻ. അവർക്ക് പുറകിൽ ആരോ ഉണ്ട്. അവരുടെ ചോദ്യങ്ങൾ അതാ സൂചിപ്പിക്കുന്നത്. സോറി അച്ഛാ, ഇത്തരക്കാരായിരിക്കും വന്ന് കയറുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അന്വേഷണത്തിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല. കൺമുന്നിൽ വന്നിരിക്കുന്ന ഒരുത്തനെ പോലും വിശ്വസിക്കരുത്. നമ്മൾ ശ്യാമയ്ക്കെതിരായിരുന്നുവെന്നും നമ്മൾ ശ്യാമയെ എന്തെങ്കിലും ചെയ്തു കാണുമെന്നും ആരൊക്കെയോ വിശ്വസിക്കുന്നുണ്ട്. ഈ ഓഫീസിനകത്ത് കയറി നമ്മുടെ മുന്നിൽ ഇരിക്കാമെങ്കിൽ നമുക്കെതിരെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് എന്ത് ചെയ്യാന്? ചത്തുപോയ ശ്യാമയെ ജീവിപ്പിച്ചുകൊണ്ട് നിർത്താൻ പറ്റുമോ അവർക്ക്? അച്ഛനൊരു കാര്യം ചെയ്യും. ബെഞ്ചമിനെ വിളിച്ച് അയാൾക്കൊരു മുന്നറിയിപ്പ് കൊടുത്തേക്ക്. ബെഞ്ചമിൻ കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അധികം സമയം ഉണ്ടാകും. ഞാൻ ഇപ്പൊ തന്നെ അയാളെ വിളിക്കാം. ഗൗതം, കണിമംഗലത്തിന്റെ കാര്യത്തിലും ശ്യാമയുടെ കാര്യത്തിലായാലും നമ്മൾ ചെയ്തതെല്ലാം പരമരഹസ്യമായിരിക്കണം. കൂട്ടുകൂടിയിരിക്കുമ്പോഴേ നിന്റെ ഫ്രണ്ട്സിനോട് പോലും അത് ഷെയർ ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ?
ചെയ്യാനാണ് തീരുമാനമെങ്കിൽ ഞാനും അത് തന്നെ ചെയ്യും. വരുൺ എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നത്? എന്റെ അവസ്ഥ വരുൺ അറിഞ്ഞൂടെ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? എടോ, എനിക്ക് തന്നെ ഈ അവസ്ഥയിൽ കാണാൻ പറ്റുന്നില്ല. താനൊന്ന് മനസ്സിലാക്കുക. കുറച്ചെങ്കിലും കുടിക്കും. താനിത് കുടിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാനും പട്ടിണി കിടക്കും. ഞാൻ കുടിച്ചോളാം. കൊണ്ട് പറ്റണില്ല വരും. രാധിക, എടോ, കരയാനുള്ള ജീവനെങ്കിലും ബാക്കി കിടക്കണ്ടേ? അല്ലാതെ എങ്ങനെയാ? തന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചിരണമെന്ന് തീരുമാനിച്ചോന്നാ ഞാൻ. പക്ഷെ ഒന്നിനും മാർഗമില്ലാത്ത അവസ്ഥ ഇപ്പം എന്റേത്. തനിക്ക് സംഭവിച്ച നഷ്ടം ഒരിക്കലും എന്നെ കൊണ്ട് നികത്താൻ പറ്റില്ലല്ലോ. കുടിക്കടോ.